സിനിമയുടെ ഡയറക്ടർ ശ്രീ ശിവരാജ്, അതുപോലെ തന്നെ അഭിനയ നേതാവ് ശ്രീ അഖിൽ രാജ്, അതിൻ്റെ ഡയറക്ടർ ശ്രീ ദിലീപ് കുമാർ, അതേപോലെ തന്നെ ശ്രീ അനീഷ് എന്നിവരാണ് ഈ പ്രസ് മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പറ്റം ചെറുപ്പക്കാർ എൻ്റെ 8 വർഷക്കാലത്തെ ഒരു പ്രയത്നമാണ് പ്രകൃതിയെ സംബന്ധിച്ച്, ജലത്തെ സംബന്ധിച്ചൊരു സിനിമ ഇറക്കണമെന്നുള്ളത്. അതെന്തായാലും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് അതിൻ്റെ ട്രയൽ നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ആ തടാകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ചിത്രത്തിൽ എടുത്തു കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള കേപ്പ് ടൗൺ, അവിടെ ജലലഭ്യത കുറവാണ്. ഇപ്പോൾ ആകെ രാജ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജല ദൗർലഭ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കേപ്പ് ടൗൺ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് കേപ്പ് ടൗൺ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക, ജലത്തെ സംരക്ഷിക്കുക എന്ന മെസ്സേജാണ് ഞങ്ങൾ ഈ ചിത്രത്തിലൂടെ പൊതുജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് MLA മാരും മറ്റ് പൊതുപ്രവർത്തകരുമൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ചിഞ്ചുറാണി മിനിസ്റ്റർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ വേഷമാണെങ്കിൽ പോലും അവർ സന്നദ്ധത പ്രകടിപ്പിച്ച് നമ്മുടെ ബഹുമാന്യനായ സ്പീക്കറുടെ അനുമതിയോടുകൂടിയ മന്ത്രിമാർക്കും MLA മാർക്കും അഭിനയിക്കാൻ കഴിയുള്ളൂ. അത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങിച്ചിട്ടാണ് ഈ പടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രമാണ്. പ്രമുഖ നടന്മാരൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ ചിത്രം വലിയ വിജയമാക്കി തീർക്കും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതിന് എല്ലാവരുടെ സഹായവും പത്രമാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബാക്കി ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ശിവരാജ് അദ്ദേഹം സൂചിപ്പിക്കും. വെള്ളമില്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് വെള്ളമില്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച്, സെക്കൻഡ് ഹാഫ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഏപ്രിൽ 11-ന് മനോരമ മ്യൂസിക്കാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രെയിലർ സത്യത്തിൽ ഒരു തവണ കണ്ട് കളയാതെ ഒരു തവണ കൂടെ കാണണം. അത് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. കാരണം അതിൽ പല കാര്യങ്ങളും ഞങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഒരു തവണ കണ്ടാൽ ആർക്കും മനസ്സിലായില്ല. ഒരു തവണ കൂടി അത് നിർത്തിയിട്ട് കാണണം. കേരളത്തിലെ എല്ലാ മലയാളികളും ഈ ട്രെയിലർ കാണണം എന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇതുപോലെ പ്രസ് മീറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളത് ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ശുദ്ധജല തടാകം ശാസ്താംകോട്ടയിലാണ്, കൊല്ലം ജില്ലയിൽ MLA-യുടെ നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പാരിസ്ഥിതികമായ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ ആ തടാകത്തിൽ നിന്നും ഒരു ദിവസം 4.5 കോടി ലിറ്റർ ജലമാണ് കുടിവെള്ളമായി പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ ലഭ്യത തീരെ കുറഞ്ഞു വന്നപ്പോഴാണ് ശാസ്താംകോട്ടയിൽ വലിയ സമരങ്ങൾ 2012 മുതൽ ഉണ്ടായി. ഈ തടാകത്തെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കായൽ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു 100ഓളം വരുന്ന ചെറുപ്പക്കാർ, ഇപ്പോൾ നമുക്കറിയാം വലിയ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു യുവതലമുറയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഈ തടാകമാണ് ഞങ്ങളുടെ ലഹരി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു 10-100ഓളം വരുന്ന ചെറുപ്പക്കാർ ഈ തടാകത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിവസവും ഞങ്ങൾ ആ തടാകത്തിൽ ഇറങ്ങി കേന്ദ്ര ഭൂജല വകുപ്പിൻ്റെ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന റിപ്പോർട്ടിൽ പാലക്കാട്, ചിറ്റൂരിലും മലമ്പുഴയിലും ഏറ്റവും കൂടുതൽ ജല ശോഷണമുള്ള ജില്ലകളാണെങ്കിൽ ആ വാർത്തയിൽ ഞങ്ങളുടെ ശാസ്താംകോട്ടയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. കൊല്ലം ജില്ലയിൽ മുഖത്തല ബ്ലോക്കിൽ ശാസ്താംകോട്ടയിലും ഇതേപോലെ തന്നെ ഈ കേന്ദ്ര ഭൂജല വകുപ്പ് നടത്തിയ സർവേയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് കുറയുന്നു, ഭൂജല നിരപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ പേടിയോടുകൂടിയാണ്, ആശങ്കയോടുകൂടിയാണ് ഞങ്ങളൊക്കെ ആ ഒരു വാർത്ത കേട്ടത്. കാര്യം കൊല്ലം ജില്ലയിൽ നിരവധി ജലസ്രോതസ്സുകളും വയലുകളും ഒക്കെയുള്ള ഒരു ജില്ലയാണ്. പക്ഷേ അവിടെ ഭൂജലവും അതിൻ്റെ ഗണ്യമായി അതിൻ്റെ നിരക്ക് കുറയുന്നു എന്നുള്ളത് വലിയ ഒരു ആശങ്കയാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഇപ്പോൾ പറയപ്പെടുന്ന ഒരു കാര്യം തന്നെ, ഇനി വരുന്ന
ഒരു ലോകത്ത് യുദ്ധം ഉണ്ടായാൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് നിലവിലുള്ള ജലസ്രോതസ്സുകളെങ്കിലും നമുക്ക് സംരക്ഷിക്കണം. അതിന് ഈ നമ്മുടെ സ്കൂൾ തലം പോലുള്ള നമ്മുടെ കുട്ടികളും യുവാക്കളും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ള ഒരു ആശയം കൂടിയാണ് ഞങ്ങൾ ഈ സിനിമയിൽ കൂടി മുന്നോട്ട് വെക്കുന്നത്.